നമ്മളിപ്പോൾ താഷ്കൻ മെഡിക്കൽ അക്കാഡമിക്ക് മുന്നിലാണ്. ഈ ഒരു അക്കാഡമിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഏറ്റവും മലയാളി കുട്ടികളും ഇവിടെയാണ് പഠിക്കുന്നത്. ഏകദേശം 1000-ലധികം ഇന്ത്യൻ സ്റ്റുഡൻസും 600-ലധികം മലയാളി സ്റ്റുഡൻസും പഠിക്കുന്ന സ്ഥാപനമാണ്. നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് വരുന്നത് ഈ കോളേജിലേക്കാണ്, ഈ മെഡിക്കൽ കോളേജിലേക്കാണ്. തല ഉയർത്തി നിൽക്കുക തന്നെയാണ് ഈ സ്ഥാപനം. ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഏജൻറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം തന്നെയില്ല. കാരണം സ്റ്റുഡൻസ് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഏറ്റവും റെപ്യൂട്ടഡ് കോളേജുകളിൽ ഒന്നാണ്. ഈ കോളേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 300 ഇൻടേക്കാണ് ഒരൊറ്റ ഇതിൽ വരുന്നത്. ഇൻടേക്ക് സെപ്റ്റംബർ ഇൻടേക്ക്, മാർച്ച് ഇൻടേക്ക് എന്ന് പറയും. 2 ഇൻടേക്കിലാണ്. എന്നാൽ സ്റ്റുഡൻസ് ഇവിടെ ഞങ്ങൾ തഷ്കൻ എന്ന് പറയുമ്പം തന്നെ തഷ്കൻ മെഡിക്കൽ അക്കാഡമിയിലേക്ക് മതി എന്ന് പറയും. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ തൊട്ട് കാണുന്ന ഏതാണ്ട് ഒരു 25 ഏക്കറിന് മേളിലോട്ട് വരുന്ന ഏറ്റവും ക്ലിനിക്കൽ ഹോസ്പിറ്റലാണ് ഫ്രണ്ടിലുള്ളത്. ഏറ്റവും വലിയ ഇവിടെ തഷ്കനിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ക്ലിനിക്സ് ഉള്ള ഒരു കോളേജാണ് തഷ്കൻ മെഡിക്കൽ അക്കാഡമി. പിന്നെ ഇതൊരു യൂറോപ്യൻ സ്റ്റൈലിലാണ് ഈ കോളേജിൻ്റെ കൺസ്ട്രക്ഷൻ മൊത്തം വന്നിരിക്കുന്നത്. ഹൈലി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. ഒരു യൂറോപ്പിൽ ഒരു UK പഠിക്കണമെന്ന് വരുന്ന കുട്ടിക്ക് വളരെ സന്തോഷമായിട്ട് ആ ചിലവല്ലാതെ ഇവിടെ ഒന്ന് പഠിക്കാൻ ആ ഫെസിലിറ്റി കിട്ടും. നല്ല വിദഗ്ധരായ ഫാക്കൽറ്റീസ് ഉണ്ട്. അതെ അതെ. ഫെസിലിറ്റി കാര്യത്തിൽ നമ്മൾ പറയാനില്ല വേറെ, അതാണ് എൻ്റെ സത്യം. അത്ര ഹൈ ഫെസിലിറ്റി ആ രീതിയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത് കോളേജിനെയൊക്കെ. ഇപ്പോൾ അക്കിമിനൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ ഗവൺമെൻറ് സെക്ടറുകളിലേക്കാണ് കുട്ടികളെ എല്ലാം അയക്കുന്നത്. പ്രൈവറ്റിലേ നമ്മൾ അയക്കില്ല. ഇല്ല, നമ്മുടെ ഓൺലി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാത്രമാണ് ഉസ്ബെക്ക് ആണെങ്കിലും മറ്റേത് കൺട്രിയിലാണെങ്കിലും അയക്കുന്നത്. കാരണം അത് കുട്ടിക്ക് സേഫാണ്, കുട്ടികളെല്ലാ ഫെസിലിറ്റിയും കിട്ടും. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഒരു ട്രെയിനിങ് കിട്ടുന്നത്. ഇതിൽ കൂടുതൽ ഒരു ഫെസിലിറ്റി അവർക്ക് ആവശ്യമില്ലല്ലോ.